ഒരു കഥ சொல்லட்டுமா? കഥയല്ല, കാര്യം. നടന്ന സംഭവം. ഇന്നലെ കണ്ണൂരിലെ മട്ടന്നൂരിൽ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടിക്കുണ്ടായ ദാരുണ അനുഭവം അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലേക്ക്. ഇന്നലെ പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുപ്പായിരുന്നു. ദേശാഭിമാനി പത്രത്തിൻ്റെ ഏരിയ ലേഖകൻ എന്ന നിലയിൽ മട്ടന്നൂർ പോളിടെക്നിക് കോളേജിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് 3:45 4:45 കഴിഞ്ഞതോടെ SFI ജയിച്ചതായി ഫലപ്രഖ്യാപനം വരുന്നു. തുടർന്ന് വിജയികളെ ആനയിച്ച് SFIയുടെ പ്രകടനത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം ഉടലെടുത്തു. ഇതെല്ലാം ദൂരെ നിന്ന് ഞാനും കാണുന്നുണ്ട്. പഴയ SFI വിപ്ലവം ഉള്ളിലുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകനാണല്ലോ എന്ന ഉറച്ച ബോധ്യത്തിൽ അനങ്ങാതെ നിന്നു. പോലീസ് SFI പ്രവർത്തകരുടെ നേരെ ലാത്തി വീശി. പ്രകോപനം സൃഷ്ടിക്കാൻ കൂടി നിന്ന 10-15 KSU ABVP പ്രവർത്തകരെ സ്ഥലത്തു നിന്നും മാറ്റിയാൽ തീർക്കാവുന്ന ഒരു പ്രശ്നം പോലീസ് ലാത്തി ചാർജ് വരെ കൊണ്ടെത്തിച്ചു. SFI പ്രവർത്തകരെ തല്ലിച്ചതച്ചു. ശേഷം ഇടിവണ്ടിയിലേക്ക് കയറ്റി ബൂട്ടും ലാത്തിയും ഉപയോഗിച്ച് വീണ്ടും പൊതിരെ തല്ലുന്നു. ഒരു നിമിഷം പഴയ ചോറ്റുപട്ടാളത്തെ ഓർമ്മ വന്നു. പോലീസ് ഇടിവണ്ടിയുടെ അടുത്തേക്ക് ഞാനും നീങ്ങി. അടച്ചിട്ട ഇടിവണ്ടിയിൽ എത്തി വലിഞ്ഞ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന ചിത്രമെടുക്കാൻ ശ്രമിച്ചു. തല്ലാൻ നേതൃത്വം കൊടുത്ത ASI ഇടിവണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലെ നെയിം ബോർഡ് നോക്കി. K ഷാജി എന്നാണ് പേര്. എൻ്റെ ഫോണിൽ ആ പേര് കുറിച്ചു വെച്ചു. ഇത് അയാളും കണ്ടു. ലാത്തിച്ചാർജിനിടെ ആരുടെയോ നഖം കൊണ്ട് ചോര പൊടിഞ്ഞ അയാളുടെ നെറ്റി കാട്ടി ഇവൻ എൻ്റെ തലയ്ക്കടിച്ചു പൊട്ടിച്ചുവെന്ന് ഒപ്പമുള്ള പോലീസുകാരോട് പറഞ്ഞു. അവരെൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ദേശാഭിമാനി ലേഖകനാണെന്ന് പലതവണ അവരോട് പറഞ്ഞു നോക്കി. എൻ്റെ തിരിച്ചറിയൽ കാർഡ് അവർക്ക് നേരെ കാട്ടി. വീണ്ടും പറഞ്ഞു നോക്കി. നീ ദേശാഭിമാനിയിലായാൽ ഞങ്ങൾക്കെന്തടാ എന്നായി പിന്നീടുള്ള ചോദ്യം. പരിധി വിട്ടപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. ഭീകരവാദിയെപ്പോലെ എന്നെ വലിച്ചിഴച്ച് നടുറോഡിലൂടെ ഇടിവണ്ടിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവിടെ നിന്നായി മർദ്ദനം. കോൺസ്റ്റബിൾ സന്ദീപ് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും അസഭ്യം പറയും. ഞാൻ ഇതിലും വലിയ കളി കളിച്ചിട്ടാണ് ഇവിടെ എത്തിയതെന്നും വെല്ലുവിളിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്താൽ എനിക്ക് പുല്ല എന്നും പറയുന്നു. 52 തികഞ്ഞ ഒരു ASയും ഇടിവണ്ടിയിലുണ്ട്. എനിക്കിനി ഇത്രയേ സർവീസിനുള്ളൂ, നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യൂ എന്ന് അദ്ദേഹവും അയാളും സൗമ്യമായി പറയും. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ ഇത് നീണ്ടു. സ്റ്റേഷന് മുന്നിൽ പാർട്ടി സഖാക്കൾ ഇടിവണ്ടി തടഞ്ഞു. ഞങ്ങളെ പുറത്തിറക്കി മട്ടന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ നടന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇന്നിത് ഇവിടെ പറയാൻ കാര്യം. ഇതിനു മുമ്പും പോലീസ് നയത്തെപ്പറ്റിയും കേരള പോലീസിനെ പറ്റിയും അടുത്ത കാലത്ത് പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോഴും ഏറ്റവും പുതിയ വിവാദങ്ങൾ ADGP MR അജിത് കുമാറുമായിട്ടും മറ്റു ചില പോലീസ് SPമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ ഇങ്ങനെ ഏറിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. ഈ ഒരു സംഭവം കാണുമ്പോൾ കോളേജ് ഇലക്ഷൻ, വിദ്യാർത്ഥി സംഘർഷ, അടിപിടിയൊക്കെ വളരെ സാധാരണമാണ്. SFIക്കാരും KSUക്കാരും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ABVPക്കാരും ഒക്കെ പല കോളേജ് ക്യാമ്പസിലും പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ സംഘർഷം വരുമ്പോൾ നിരോധനാജ്ഞ വരാം, പോലീസ് ലാത്തിച്ചാർജ് ഇടപെടലൊക്കെ വരാം. ഇവിടെ വിഷയം ജയിച്ച SFI നേതാക്കൾ പ്രകടനം നടത്തുമ്പോൾ അത് തടയാൻ KSU ABVP സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം, പോലീസ് ആരെയാ പിടിച്ച് തല്ലുന്നത്? SFI നേതാക്കളെ, വിജയം ആഘോഷിക്കാൻ ഇറങ്ങിയവരെ.
എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന ദേശാഭിമാനി ലേഖകനെ പോലീസ് നോട്ടം വയ്ക്കുന്നു, മർദ്ദിക്കുന്നു, മറ്റുള്ളവരെയും മർദ്ദിക്കുന്ന SFIക്കാർ. ഈ ഒരു ചിത്രം കാണുമ്പോൾ, ഈ ഒരു സംഭവം കാണുമ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് വീണ്ടും പറയേണ്ടി വന്നത് പോലീസ് നയത്തിൽ സംഭവിച്ച വീഴ്ചകൾ എന്താണ്. ഞങ്ങൾ പറഞ്ഞു, പിണറായി ഗവൺമെന്റിന് കീഴിൽ പോലീസിനെ സ്വതന്ത്രമാക്കാൻ തീരുമാനിച്ച പോലീസ് നയം വേണ്ട വിധം നടപ്പാക്കപ്പെട്ടില്ല. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മുൻകൈയെടുത്തിട്ടാണ് പോലീസിനെ നവീകരിക്കാൻ തുടങ്ങിയത്. ആയുധങ്ങളും മറ്റ് പരിശീലന മുറകളുമൊക്കെ ആയിട്ട് പോലീസിനെ നവീകരിക്കാൻ ശ്രമിച്ചു. അന്ന് ക്രമസമാധാന ചുമതലയുള്ള DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെയാണ് പോലീസ് സേനയെ നമ്മൾ നവീകരിക്കുന്നത്. ലക്ഷ്യമെന്തായിരുന്നു? മാന്യമായ പോലീസ്, മാതൃകാ പോലീസ്, പോലീസിനെ സ്വതന്ത്രമാക്കി വിടുക, പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുത്, പോലീസ് സേനയെ ബാധിക്കും. ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളായിട്ട് വന്ന പോലീസ് നയം ഇന്ന് എവിടെ എത്തിപ്പോയി എന്നതിൻ്റെ തെളിവാണിത്. അതായത് പോലീസ് സേനയിൽ നല്ലൊരു ശതമാനം ക്രിമിനൽസ് ഉള്ളൊരു ന്യൂനപക്ഷം. ആ ക്രിമിനൽ കുറ്റവാളികൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മൊത്തം പോലീസ് സേനയ്ക്ക് ആകെയും ഗവൺമെൻറ്റിനും പിണറായി സർക്കാരിനും LDF സർക്കാരിനും ആക്ഷേപങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ മട്ടന്നൂരിൽ പോളിടെക്നിക് കോളേജിൽ സംഭവിച്ചത്. നമുക്ക് ഇടിപ്പോലീസിനെയാണ് കിട്ടിയത്. ബ്രിട്ടീഷുകാർ ഭരിച്ച കോളനികളിലെല്ലാം ഇടിപ്പോലീസിനെയാണ് അവർ അവതരിപ്പിച്ചത്. അടിമത്തം നിലനിർത്താനുള്ള പോലീസ്. അതേസമയം ലണ്ടനിൽ മെട്രോപൊളിറ്റൻ പോലീസാണ് മാന്യമായ പോലീസ്, മാന്യതയുടെ ആവരണമുള്ള പോലീസ്, പെരുമാറ്റച്ചട്ടമുള്ള പോലീസ്. ആ പോലീസിനെയാണ് ഇവിടെ സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിച്ച് പരാജയപ്പെടുന്നിടത്ത് ഇവിടെ എത്തി നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞാണ്, മാന്യമായ സ്വതന്ത്രമായ പോലീസ് ഉണ്ടാക്കാൻ പാകമായ രീതിയിൽ ഇപ്പോഴും നമ്മുടെ നീതിന്യായ ക്രമസമാധാന സംവിധാനം, നമ്മുടെ സംസ്കാരം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതിനെ അടിയുറപ്പിക്കുന്നതാണ്, അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവം. നമുക്കൊരു മെട്രോപൊളിറ്റൻ പോലീസ് വേണം, സംശയം വേണ്ട. മാന്യമായ പോലീസ് വേണം. നമ്മളൊരു പരിഷ്കൃത സമൂഹമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് മെട്രോപൊളിറ്റൻ പോലീസ്, മാന്യമായ പോലീസ് എന്ന് പറയുന്നത്, മാന്യതയുള്ള പോലീസ്. പക്ഷേ നമ്മൾ അവിടേക്ക് എത്താൻ ഇനിയും കാതങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു. അവിടെയാണ് SI കേന്ദ്രീകൃത ഇടി പോലീസിനെ നമ്മൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നത്. ബ്രിട്ടീഷുകാർ കോളനികളിൽ നടപ്പാക്കിയതാണ് ഇടി പോലീസ്, അതായത് സ്കോട്ട്ലൻഡ് പോലീസ് എന്ന് വിളിക്കും. ബ്രിട്ടീഷുകാർ അടിമരാജ്യമാക്കിയ സ്കോട്ട്ലൻഡിലും മറ്റു കോളനികളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്ത പോലീസാണ് ഇടി പോലീസ്, SI കേന്ദ്രീകൃത ഇടി പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് നമ്മൾ കീഴടക്കി അവിടെയുള്ളവരെല്ലാം അടിച്ചൊതുക്കുക, അവരെ അടിമകളാക്കി നിലനിർത്തുക, അതിന് പറ്റുന്ന പീഡനമുറ പ്രാക്ടീസ് ചെയ്യുന്ന പോലീസിനെ അവിടെ അവതരിപ്പിക്കുക. അങ്ങനെയാണ് സ്കോട്ട്ലൻഡ് പോലീസ് ലോകത്താകെ ഇടി പോലീസായിട്ട് ഇന്ത്യയിൽ മാറിയത്. അപ്പം ഇടി പോലീസ് SI കേന്ദ്രീകൃതമാണ്. SI എന്ന് പറയുന്ന പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഒരു പോലീസ് സ്റ്റേഷനിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ പോലുമല്ല. CI മുതലാണ് ഗസറ്റഡ് റാങ്ക് തന്നെ വരുന്നത്. പക്ഷേ SI എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ, നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ SI എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ്. ഇടി പീഡനമുറയുടെ അതിൻ്റെ ആൾരൂപമാണ് SI എന്ന് പറയുന്നത്. SI കേന്ദ്രീകൃത പോലീസ് പീഡനങ്ങൾ, ലോക്കപ്പ് മരണങ്ങൾ, മർദ്ദനങ്ങൾ എത്രയോ ഈ നാട് കണ്ടിരിക്കുന്നു ഈ ഇടി പോലീസിൻ്റെ SI കേന്ദ്രീകൃത പോലീസിന് കീഴിൽ. അത് മാറ്റാൻ VS ഗവൺമെൻറ് എടുത്ത മുൻകൈ, അതേപോലെ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ, അന്നത്തെ പോലീസ് DGP ജേക്കബ് പുന്നൂസ് അതിന് കൊടുത്ത പിന്തുണ ഒക്കെ നല്ല നീക്കങ്ങളായിരുന്നു. അതേ നീക്കം പിന്തുടർന്നുകൊണ്ടാണ് പിണറായി സർക്കാർ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പോലീസ് നയം നടപ്പാക്കാൻ ശ്രമിച്ചത്. മാന്യമായ പോലീസ് നാട്ടിൽ വേണം, പോലീസിനെ സ്വതന്ത്രമാക്കണം, പോലീസിൻ്റെ മനോവീര്യം നിലനിർത്തണം, ലോകത്തെ തന്നെ മികച്ച അന്വേഷണ ഏജൻസിയായിട്ട് കേരള പോലീസ് മാറണം. ഒക്കെ നല്ല ലക്ഷ്യങ്ങൾ, നമ്മളെല്ലാം അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ നടപ്പാക്കിയപ്പോൾ ഇതെവിടെത്തി? പോലീസിലെ ക്രിമിനലുകൾ പോലീസിൻ്റെ സൽപ്പേര് കളയുന്ന കാര്യങ്ങളിലേക്ക് പോയി. ഒരു മാധ്യമപ്രവർത്തകനെ, ദേശാഭിമാനിയുടെ ലേഖനാവട്ടെ, ഏത് പത്രത്തിൻ്റെയോ മാധ്യമങ്ങളുടെ ആവട്ടെ, ഇതേപോലെ വണ്ടി കയറ്റി ഇടിച്ച് തൊഴിച്ച് പരുവമാക്കി കൊണ്ടുപോകുന്ന ഈ രീതി, അതും CPM ഇടതുപക്ഷവും ഭരിക്കുമ്പോഴാണ്
ഇടതുപക്ഷ അനുകൂല ഒരു മാധ്യമത്തിൻ്റെ ലേഖകന് റിപ്പോർട്ടർക്ക് ഈ അവസ്ഥ മട്ടന്നൂരിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ജയം ഉറപ്പിച്ച ജയിച്ച് SFI നേതാക്കൾ സ്ഥാനാർത്ഥികൾ ജയിച്ചവർ ജാഥ നടത്തിയാൽ കുറ്റമാണ്, അവരെയാണോ പിടിച്ച് ഇടിവണ്ടി കയറ്റി ഇടിക്കേണ്ടത്? അത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന റിപ്പോർട്ടറെയാണോ പിടിച്ച് ഇടിവണ്ടി കയറ്റേണ്ടത്? ഈ വിജയാഹ്ലാദ പ്രകടനം തടയാൻ ശ്രമിച്ച, അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച ABVP KSU വിദ്യാർത്ഥി നേതാക്കളെ അല്ലെ പ്രവർത്തകരെ പോലീസ് എന്ത് ചെയ്തു? അവരെ മാറ്റിയിട്ട് ഈ യാത പോകാൻ അനുവദിക്കണ്ടേ? അതായിരുന്നില്ല ഇവിടെ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഇപ്പം കാട്ടിക്കൂട്ടിയത് എന്താണ്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരള പോലീസ് സ്വതന്ത്ര പോലീസാവാൻ, മാന്യതയുള്ള പോലീസാവാൻ ഇനിയും എത്രയോ ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു, താണ്ടണം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചത്. പിണറായി സർക്കാർ ഇത് കാണുന്നുണ്ടോ? ഏറ്റവും പുതിയ പോലീസ് വിവാദങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും ചോദിക്കുക.